ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി മന്തി റെസിപ്പിയാണ്. ബീഫ് മന്തിന്റെയാണ്. ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങളടുത്ത് ബീഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ബീഫ് വാങ്ങി ഒന്ന് ഡ്രൈ ആക്കി നോക്കിക്കോ. അടിപൊളി ടേസ്റ്റ് ആണ്. അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു മന്തിയും കൂടിയായി. ഈ റെസിപ്പി ഒന്ന് സേവ് ചെയ്ത് വെച്ചു, എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പൊ എന്തായാലും റെസിപ്പി എങ്ങനെയാ നോക്കാം. ആദ്യം തന്നെ വേണ്ടത് മന്തി റൈസ് ആണ്. ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് മന്തി സെല്ല റൈസ്. ഇതിന്റെ തന്നെ വൈറ്റും പിന്നെ ഈ കാണുന്ന ഈ ഒരു കളറിലുള്ളതും കിട്ടും. ഈ ഒരു യെല്ലോ കളർ സെല്ലാ റൈസ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും സോക്കിംഗ് ടൈം കൊടുക്കണം. മറ്റേതാവുമ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ തന്നെ മതിയാവും. ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇതാടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫിൽ കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് അതൊന്ന് സോക്കായി കിട്ടും. ഇനിയിപ്പോ ഇതാ ബീഫ് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിന്. പിന്നെ ഇതാ കുറച്ച് സ്പൈസസ് എടുത്തിന്. 1 ടീസ്പൂൺ വീതം ചെറിയ ജീരകം, പിന്നെ മുഴുവൻ കുരുമുളക്, ഒരു 3-4 പീസ് ഏലക്കായ, 1 പീസ് പട്ട, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ 3-4 ഗ്രാമ്പു. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട ഇതിലേക്ക് കുറച്ച് പൊടികളാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഞാനിപ്പോ 2 മാഗി സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ശരിക്കും വേണ്ടത് ബീഫ് സ്റ്റോക്കാ, പക്ഷെ എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ചിക്കൻ സ്റ്റോക്ക്. അതുകൊണ്ട് ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട 1 ഉള്ളി, 1 തക്കാളി, പിന്നെ 1 മുഴുവൻ ക്യാപ്സിക്കം, പിന്നെ 3-4 പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇതെല്ലാം കൂടി ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാ. ഞാനിപ്പോ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏത് ഓയിലായാലും യൂസ് ആക്കാം. വെളിച്ചെണ്ണ യൂസ് ആക്കണ്ട. ബാക്കി ഏതായാലും പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ലീവ്സും കൂടി വേണം. മല്ലിയില, പുതിന ഇലല്ലോ. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഹാൻഡ് ഫുള്ള് പുതിന ഇല ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലോണം തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിന്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ അല്ലല്ലോ എടുത്തേ, ബീഫ് അല്ലേ. അത്യാവശ്യം കട്ടിയുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഒരു 8 വിസില് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 2 വിസില് ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കിയുള്ളത് ഒരു 5 വിസില് ലോ ഫ്ലെയിമിലും എടുത്തിട്ടാൽ മതി. അതാണെന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതാ അരി വേവിച്ചെടുക്കാം. ഞാനിപ്പോ ഇതാ സ്റ്റൗ ടോപ്പിലേക്ക് കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാരെല്ലാം ഈ ഒരു വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിലിടുന്നെല്ലാം കാണാം. പക്ഷെ ഒരുപാട് കടിക്കാൻ കിട്ടുന്ന സമയത്ത് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു ടൈമിൽ അത് ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ആക്കി. ഞാൻ ഈ ഒരു വെള്ളത്തിൽ ഞാൻ അങ്ങനത്തെ സ്പൈസസ് ഒന്നും ആഡ് ആക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഉപ്പിട്ട് തിളപ്പിച്ച് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോ അരി ഒരു 90% കുക്കാകുന്നത് വരെ വേവിച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മളിത് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് കണ്ടാൽ നല്ലോണം തിളച്ച് ഇതിപ്പോ നന്നായിട്ട് തന്നെ ഏകദേശം ആ ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അരി തൊട്ട് നോക്കുന്ന സമയത്ത് ഇതേപോലെ പൊട്ടി നിൽക്കണം. ഇതാണ് കറക്റ്റ് പാകം. അപ്പൊ ഇതാ ആ സമയത്തേക്ക് നമ്മളെ ബീഫും ഇവിടെ വന്നിട്ടുണ്ട്. ബീഫില്ലേ ഫുൾ കുക്കാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് മന്തി കഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ബീഫ് വേവിക്കുന്ന സമയത്ത് ഫുൾ കുക്കാവാൻ വേണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാനിപ്പോ ബീഫ് മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മന്തിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ ഈ ബാക്കിയുള്ള ഗ്രേവി ഇല്ലേ, ഇത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ആക്കാം. അപ്പൊ ഇതാ ഞാൻ ഈ ഗ്രേവി വെറുതെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ദം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റൈസും നല്ലോണം വാർത്തെടുത്ത് വെച്ചിന് കേട്ടോ. ഇനിയിപ്പോ ദം ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിന്റെ ഗ്രേവി ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ബീഫിന്റെ ഗ്രേവിയില് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഗ്രേവിയാണ് നമ്മളെ റൈസിൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇനിയിപ്പോ ഓരോ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതിനത്ര കണക്കൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് റൈസ് എത്രയാണോ എടുക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഗ്രേവിയും എത്രയാണുള്ള അതിനനുസരിച്ചിട്ട് ഓരോ ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനിടയിലായിട്ട് ഞാൻ മല്ലിയും പുതിനയും കൂടിയിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടിയും ഇതിന്റെ നടുവിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് ഒരു 5-6 ലെയർ ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പൊ ഇതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ടോപ്പിലായിട്ട് മല്ലിയിലയും പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ പച്ചമുളക് കുറച്ചധികം ഒരു 5-8 എണ്ണം കുത്തി വെച്ച് കൊടുക്കാം. ഇതിന്റെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. മാത്രമല്ല മന്തി കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാനും നല്ല ടേസ്റ്റ്. പച്ചമുളകിന് മന്തിയിൽ വേവിക്കുന്ന പച്ചമുളകിന് ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് കുത്തി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോ ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ദം ചെയ്തെടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫില്ലേ അത് ഈ ഒരു ടൈമിൽ
ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന പോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫിന് നല്ല ഡാർക്ക് കളറും വരും, എന്നാലും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ടാവും. അതല്ലെങ്കിൽ ബീഫ് എടുത്തിട്ട് മേലെ വെച്ചെടുത്താലും മതി. അപ്പൊ ഇതാ ബീഫും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. 1/4 മണിക്കൂർ ദം ചെയ്ത മന്തിയാണ് ഇത്. നല്ലൊരു സ്മെല്ല് വരും ഇത് തുറക്കുമ്പോ തന്നെ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. റൈസ് അധികം പൊട്ടിപ്പോവാണ്ട് വേണം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതിനിടയിൽ കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോക്ക് ഭംഗിക്ക് വേണ്ടി ചെയ്തതാ. നിങ്ങൾ വീട്ടിലെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യമില്ല, ഇത് ഓപ്ഷനല്ല. അപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ നല്ലൊരു പെർഫെക്റ്റ് കളറിൽ നമ്മൾ റെസ്റ്റോറന്റിൽ നിന്നെല്ലാം കിട്ടൂല ആ ഒരു കളറിലും ടെക്സ്ചറിലും നമുക്ക് ഈ റൈസും അതേപോലെ തന്നെ ബീഫും കിട്ടും. അപ്പൊ ഇത് ബീഫ് കണ്ട നല്ല ഡാർക്ക് കളറിൽ നമ്മൾ റെസ്റ്റോറന്റിൽ നിന്നെല്ലാം കാണുന്ന ആ ഒരു സെയിം ലുക്കിലും അതേ ടേസ്റ്റിലും തന്നെ നമുക്ക് ബീഫ് മന്തി റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയായിരിക്കും. ഒരു ഫ്രൈ ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്തി റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ അടുത്ത് ബീഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. എന്തായാലും ഉണ്ടാക്കി നോക്കി. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും നഷ്ടമായിരിക്കും. അത്രയും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇൻഷാല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.